हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. 32-33 ശ്ലോകം തന്നെ ചെല്ലാം. ഭൂതഭവ്യഭവന്നാദ പവന പാവനോ നല കാമഃ കാമകൃത് കാന്ത കാമകാമപ്രദ പ്രഭു യുഗാദികൃത് യുഗാവർത്തോ നൈഗമായോ മഹാശന അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിദനന്ദജേത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന നാമം 295 കാമകൃത്. കാമഹ എന്ന് കണ്ടു, നമ്മൾ കാമത്തെ നശിപ്പിക്കുന്നവെന്ന് കണ്ടു. ഇന്നിപ്പോൾ അതിന് നേരെ വിപരീതമായിട്ട് കാമകൃത്, ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നവൻ. എങ്ങനെയല്ലേ? സത്തുക്കളായ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അവ ധർമാനുഷ്ഠിതമായാൽ മാത്രം, അണ്ടർലൈൻ, ധർമാനുഷ്ഠിതമായ ആഗ്രഹങ്ങൾ ഭക്തന്മാർക്ക് ഭഗവാൻ നിയോഗിച്ച ദേവന്മാർ വഴി സാധിച്ചു കൊടുക്കുന്നു. ഇതല്ലാതെ പരബ്രഹ്മം നേരിട്ട് ചെയ്യല്ല. പരബ്രഹ്മം നിരാകാരനും നിരാമയനൊക്കെയാണ്. അവർക്ക് യാതൊരു പ്രവൃത്തിയും നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ പരബ്രഹ്മം അല്ല ചെയ്തു കൊടുക്കുന്നത്. ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നത് വിഷ്ണു ഭഗവാൻ നിയോഗിക്കപ്പെട്ട ദേവന്മാർ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അവ ധർമാനുഷ്ഠിതമായാൽ മാത്രം സാധിപ്പിച്ചു കൊടുക്കും. ബ്രഹ്മത്തിൽ നിന്നുള്ള ചൈതന്യം ആർക്കും എപ്പോഴും എടുക്കാം. അതെടുത്തിട്ട് ശുഭമായ കാര്യത്തിന് ഉപയോഗിക്കാം, അശുഭമായ കാര്യത്തിന് ഉപയോഗിക്കാം. രാക്ഷസന്മാർക്കും എടുക്കാമെന്ന് പവർ കണക്ഷൻ, ദേവന്മാർക്കും എടുക്കാം പവർ കണക്ഷൻ. പക്ഷെ രാക്ഷസന്മാരുടെ പവർ കണക്ഷൻ ഉപയോഗിക്കുന്നത് ഡിസ്ട്രക്ഷൻ പർപ്പസിനും ദേവന്മാർ കൺസ്ട്രക്റ്റീവ് പർപ്പസിനുമാണ്. ന്യൂക്ലിയർ പവറൊക്കെ പോലെ. മനസ്സിലായില്ലേ? വീട്ടിലേക്കൊരു പവർ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ എന്ത് ചെയ്യണം, ആ ഉപാധികളെ കൊണ്ട് എന്ത് ചെയ്യിക്കണം? ബൾബ് വേണോ, ലൈറ്റ് വേണോ, അവിടെ മംഗളകരമായിട്ടുള്ള കർമ്മം നടത്താനാണോ, അനാശാസ്യമായിട്ടുള്ള കർമ്മങ്ങൾ നടത്താനാണോ? ഇതൊന്നും ഭഗവാനല്ല. ഇതൊക്കെ പരബ്രഹ്മത്തിന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ചോദിക്കാനും പോകണില്ല, അത് ചോദിക്കില്ല. ഇറ്റ് ഈസ് എ സൈലൻറ്റ് പവർ ഹൗസ്. ആ പവർ ഹൗസിൽ നിന്ന് ഇങ്ങനെ പവർ വലിച്ചിടുക. ദാറ്റ്സ് ഓൾ. ഇൻഎക്സോസ്റ്റബിൾ പവറാണ് അവിടെ ഉള്ളത്. അതൊന്നും ഇങ്ങനെ വലിച്ചിടുക ഓരോരുത്തർ. എന്തിനാണ്, ഏതിനാണ് ചോദ്യമില്ല. ഫ്രീ ഫോർ ഓൾ. ചോദിക്കാൻ ആൾക്കാർ വേറെ താഴ്ത്തുണ്ട്. അവർക്ക് കണക്ക് കൊടുക്കണം. എന്തിനാണ് യൂസ് ചെയ്തത്? എൻഡ് യൂസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഇത് എന്തിനു യൂസ് ചെയ്തതാണ്?
എന്താ അതിൻ്റെ ഉദ്ദേശം, ഇതെങ്ങനെ കൊണ്ടുപോയി ചിലവാക്കിയേ എന്നൊക്കെ ചോദിച്ച് കണക്ക് പറയും. അതിനൊക്കെ കണക്ക് പറയുന്നതിന് ആൾക്കാർ ചിത്രഗുപ്തന്മാരെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം മഹാവിഷ്ണുവിന് 2 വേഷമുണ്ട്. ഒന്ന് ത്രിമൂർത്തികളിൽ ഒരാൾ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ 3 ഡയറക്ടേഴ്സിൽ ഒരാൾ, അങ്ങോട്ട് ചാർജ് പോർട്ട്ഫോളിയോ മെയിൻ്റനൻസ്. ബ്രഹ്മാവ് സൃഷ്ടിച്ച ലോകം സംഹാരമൂർത്തിയായ രുദ്രൻ ശിവൻ നശിപ്പിക്കുന്നത് വരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല, എല്ലാവരുടെ വെൽഫെയറൊക്കെ നോക്കിയിട്ട്. ഒരു ലേബർ വെൽഫെയർ ഓഫീസർ. അത് ഒരു റോളാണ് ഭഗവാന്. ആർക്ക്? മഹാവിഷ്ണു, നമ്മുടെ ഗുരുവായൂരപ്പന്. അദ്ദേഹത്തിന് വേറെ റോളുണ്ട്, പരബ്രഹ്മത്തിൻ്റെ ഒരു റോളുണ്ട്. പരബ്രഹ്മത്തിൻ്റെ ക്വാളിറ്റീസും ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിനുള്ളതുണ്ട്. സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് അദ്ദേഹം. അപ്പോൾ ഈ വേഷം ശൈവപക്ഷത്തിൽ ശിവനുമാടും, ശാക്തേയപക്ഷത്തിൽ ദേവിമാടി കളിക്കും, വൈഷ്ണവപക്ഷത്തിൽ വിഷ്ണുവുമാടും. ഇത് നമ്മൾ പണ്ട് കണ്ടതാണ്. ഇവർക്ക് 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരങ്ങളുണ്ട്. ഒരാളെ കുറിച്ച് പറയുമ്പോൾ അവരാണ് സുപ്രീം, വേറൊരാളെ കുറിച്ച് പറയുമ്പോൾ അങ്ങോരാണ് സുപ്രീം, ദേവിയെക്കുറിച്ച് പറയുമ്പോൾ ദേവിയാണ് സുപ്രീം, ദേവിയാണ് ഇവരൊക്കെ സൃഷ്ടിച്ചത്. ചിലപ്പോൾ പറയും ശിവനാണ് ഇവരൊക്കെ സൃഷ്ടിച്ചത്, വിഷ്ണുവിൻ്റെ കാര്യത്തിൽ വിഷ്ണുവാണ് ഇവരൊക്കെ സൃഷ്ടിച്ചത്, ഇൻക്ലൂഡിങ് ബ്രഹ്മാവ് ഇവരൊക്കെ എന്ന് പറയും. അപ്പോൾ 2 ഡിസ്റ്റിങ്ക്റ്റ് സട്ടിൽ റോളുണ്ട് ഇവർക്ക് 3 പേർക്കും, ടോപ്പിലിരിക്കുന്ന 3 പേര്. ഈ 3 മഹാദേവന്മാരുടെ, അതായത് ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്മാരുടെ കീഴിലാണ് മറ്റുള്ള കുട്ടിദൈവങ്ങളൊക്കെ. ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, വരുണൻ, വായു, ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, ഭദ്രകാളി, ലക്ഷ്മി, സരസ്വതി, അങ്ങനെയുള്ള നമ്മൾ പൂജിക്കുന്ന ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ. ചാമുണ്ടി, ഈമുണ്ടി, ഏത് ദൈവത്തിനെ എടുത്തോ ഈ ദേവന്മാരെല്ലാം ഈ 3 മഹാദേവന്മാരുടെ കീഴിലുള്ള കുട്ടിദൈവങ്ങളാണ്. അവരാണ് ഈ കാര്യസാധനത്തിനും കാര്യസിദ്ധിക്കും കാര്യം മുടക്കാനും ഒക്കെ പുറപ്പെടുന്നത്. അവരാജ്ഞാപിച്ചിട്ടാണ്, അവരിലൂടെ ഭഗവാൻ ആജ്ഞാപിക്കുകയാണ്. ആ ആജ്ഞ അനുസരിച്ച് അവർ നടക്കും. അപ്പോൾ കാമകൃത്ത് എന്ന് പറയുമ്പോൾ പരബ്രഹ്മത്തിൻ്റെ ചൈതന്യം ലഭിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും അഭിഷ്ടമായ കാമ്യങ്ങൾ, കർമ്മങ്ങൾ, കാമങ്ങൾ സഫലീകരിച്ചു കൊടുക്കുന്നു. അഭിഷ്ടമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ആഗ്രഹിച്ച പോലെ നടത്തി കൊടുക്കുന്നു ഈ കുട്ടിദൈവങ്ങൾ, അല്ലാണ്ട് പരബ്രഹ്മല്ല. അല്ലെങ്കിൽ ത്രിമൂർത്തികൾ. ഈ കുട്ടിദൈവങ്ങൾക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ ത്രിമൂർത്തികൾ ചെയ്തു കൊടുക്കാറുണ്ട് ഭക്തന്മാർക്ക്. പെട്ടെന്ന് ചില എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഒരു അപ്ലിക്കേഷൻ പോയാൽ ഒരു വഴിയൊക്കെ പോകാൻ ഡിലേ ആയാൽ നേരിട്ട് അവിടുന്ന് ഓക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. അതും ഭക്തൻ്റെ ഭക്തി അനുസരിച്ചിരിക്കും, അല്ലേ? അപ്പം ധർമ്മത്തിന് വിരോധമല്ലാത്ത കാമനകൾ, ധർമ്മത്തിന് അവിരുദ്ധമായ കാമങ്ങൾ, വിരോധമല്ലാത്ത കാമങ്ങൾ, ധർമാനുഷ്ഠിതമായ കാമങ്ങൾ, ഈ കുട്ടിദൈവങ്ങൾ പരബ്രഹ്മത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ഭഗവാൻ ആ പരബ്രഹ്മത്തിൽ നിന്ന് ശക്തി ഡ്രോ ചെയ്തിട്ട് കുട്ടിദൈവങ്ങൾക്ക് കൊടുക്കും. സബ് ഡീലർ, റീറ്റെയിൽ ഔട്ട്ലെറ്റായിട്ട് അവിടുന്ന് കൊടുക്കും. അതുകൊണ്ട് പരബ്രഹ്മത്തെ കാമകൃത്ത് എന്ന് പറയുന്നു, തെറ്റില്ല. വിഷ്ണുവിനെ കാമകൃത്ത് എന്ന് പറയുന്നു, തെറ്റില്ല. ഇവരൊക്കെ കാമകൃത്ത് തന്നെയാണ്. കാരണം വിഷ്ണുവാണ് ഈ കാമങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കുന്നത്. അതെവിടുന്ന്? ആ ശക്തി എവിടുന്ന് ഉപയോഗിച്ചിട്ടാണ്? പരബ്രഹ്മത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ശരിക്കും കാമകൃത്ത് ആരാ? പരബ്രഹ്മമാണ്. പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാ? വിഷ്ണുവാണ്. അതുകൊണ്ട് വിഷ്ണുവിന് കാമകൃത്ത്. പരബ്രഹ്മം നിർവികാരമാണ്, പക്ഷെ എങ്കിലും എനർജി അവിടുത്തെയാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനോട് അർജുന, ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. 7-ാം അധ്യായത്തിൽ പറയും ഭഗവാൻ, ബലം ബലവതാം ചാഹം, ബലവന്മാരിൽ വെച്ചിട്ട് ഞാൻ ബലവാനാണ് അർജുന.
ബലവാന്മാരുടെ ബലം അഥവാ ഞാനാണ്. ബലവാൻ ബലവാൻ എന്ന് പറഞ്ഞാൽ അവനൊരു ബലമില്ല, അതുകൊണ്ടല്ലേ ബലവാൻ എന്ന് പറഞ്ഞാൽ. ആ എനർജി ആരാ? എനർജി ഞാനാണ്. ആരുടെ? കാമരാഗ വിവർജിത്, കാമവും രാഗവും വിവർജിച്ചവൻ്റെ കയ്യിലുള്ള ബലം, ആ ബലത്തിന് ശക്തി കൊടുക്കുന്നത് ഞാനാണ്. ആ ശക്തി സാക്ഷാത്കരിച്ചു കൊടുക്കുന്നത് ഞാനാണ്. അവൻ്റെ ആഗ്രഹം സാക്ഷാത്കരിച്ചു കൊടുക്കുന്നത് ഞാനാണ്. കാമം ആൻഡ് രാഗം, കാമരാഗ വിവർജിതം, ഇതെന്താ രണ്ടും വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാമ ആൻഡ് രാഗം? കാമ എന്ന് വിചാരിച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്ത ഒരു സാധനത്തിനോടുള്ള ആഗ്രഹം കാമം. ഡിസയർ ഓൺ തിങ്സ് വിച്ച് ഐ ഡോണ്ട് പൊസസ് ആസ് ഓഫ് നൗ. രാഗം is desire for things to maintain with me ever long. എൻ്റെ കയ്യിലുള്ള വസ്തുവിനോടുള്ളൊരു പ്രേമമാണ് രാഗം, കയ്യിലില്ലാത്ത വസ്തുവിനോടുള്ള പ്രേമമാണ് കാമം. അപ്പോൾ ഈ കാമവും രാഗവും വിവർജിത, മീനിങ് ഈഗോ ആൻഡ് ഈഗോസെൻട്രിക് ഡിസയേഴ്സ് മാറ്റിയിട്ടുള്ള ബലവാന്മാരുള്ള ബലം ഞാനാണ്. ധർമ്മ അവിരുദ്ധോ ഭൂതേഷു, ധർമ്മത്തിന് അവിരുദ്ധമായിട്ട്, അവിരുദ്ധം വെച്ചാൽ വിരുദ്ധമായ ഉള്ള, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്തത്, അവിരുദ്ധമായിട്ടുള്ളത്, അങ്ങനെയുള്ള കാമങ്ങൾ. കാമോസ്മി ഭരതർഷഭ. നല്ല കാര്യത്തിനും കാമം വേണ്ടേ? കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നുള്ള അർത്ഥമല്ലേ ഉള്ളൂ. ദുഷ്കാമം സൽക്കാമം എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവിടെ, കാമം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കണം, ദുഷ്കാമം സൽക്കാമം. നല്ല കാര്യങ്ങൾ, ഒരു ആസ്പത്രി പണിയണം, ധർമാസ്പത്രി, ഒരു കിണർ കുഴിക്കണം, കുളം കുത്തണം, കുളം കുത്തുകയാണോ? കുളം തോണ്ടല്ല കേട്ടോ, കുളം കുത്തണം. കുളം കുത്താനുള്ള ആഗ്രഹവും കുളം തോണ്ടാനുള്ള ആഗ്രഹവും രണ്ടും രണ്ടാണ്. ഒന്ന് നല്ല ആഗ്രഹമാണ്, ഒന്ന് ദുഷ്ടാഗ്രഹമാണ്. കുളം തോണ്ടിൽ അത്ര നല്ല ആഗ്രഹമല്ല. 10 പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, 50,000 പേർക്ക് സമൂഹ വിവാഹങ്ങൾ ചെയ്തു കൊടുക്കണം, ഫ്രീ ചികിത്സ കൊടുക്കണം, അന്നദാനം കൊടുക്കണം. ഇതൊക്കെ നല്ല കാമങ്ങളല്ലേ, ഇതൊക്കെ വേണ്ടാക്കാൻ പറ്റും. അപ്പം അതൊക്കെ എന്താ ഇതിനൊക്കെ പറയാം? ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ആ കാമങ്ങളാണ് ഞാൻ കാമകൃത് ആക്കുമെന്ന് പറയുന്നത്. അല്ലാണ്ട് മറ്റവൻ്റെ പോക്കറ്റ് കുട്ടിച്ചോറാക്കാനോ അവൻ്റെ തലമണ്ടയിൽ പോയിട്ട് തേങ്ങ ഉടയ്ക്കാനോ അല്ല. ആ കാമങ്ങളെല്ലാം ഞാൻ പൂർത്തിയാക്കുക. അതിപ്പോൾ നീ കൊണ്ടുപോയി അവൻ്റെ തലയിൽ ഉടച്ചാൽ മതി, ഞാൻ അതിന് കൂട്ടു നിൽക്കൊന്നുമില്ല. അത് എൻ്റെ രാക്ഷസീയ ഭാവം. എൻ്റെ മണ്ടയിൽ തേങ്ങ ഉടക്കണേ കൊണ്ടുടച്ചോ, അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ഞാൻ കൂട്ടു നിൽക്കും എങ്ങനത്തേന്? ധർമ്മ അവിരുദ്ധോ ഭൂതേഷു. ബലം ഞാൻ ബലികൾക്കെല്ലാം കാമരാഗങ്ങൾ എന്നീയേ. കാമരാഗങ്ങളല്ലാത്ത ബലങ്ങളെല്ലാം ബലവാന്റെ ബലമാണ് ഞാൻ. ധർമാവിരുദ്ധം ലോകത്തിൽ കാമം ഞാൻ ഭരതർഷഭ. അവരിൽ നിന്നുണ്ടാകുന്ന കാമവും ഞാൻ തന്നെയാണ്. മത്തസ്മൃതി ജ്ഞാനം അപോഹനം, ഞാൻ തന്നെയാണ് ഭഗവാൻ അതിൽ. ഇവിടെ ഭഗവത്ഗീതയിൽ പറയുമ്പോൾ ഭഗവാൻ പരമാത്മാവ് പരബ്രഹ്മമായിട്ടല്ല പറയുന്നത്. ഇവിടെ ഭഗവാൻ കൃഷ്ണനായിട്ടാണ് പറയണത്. അർജുനൻ്റെ സാരഥി കൃഷ്ണനായിട്ട് ഗുരുവായൂരപ്പനാണ് ഈ പറയണത്. ബലം ഞാൻ ബലികൾക്കെല്ലാം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. അല്ലാണ്ട് പരബ്രഹ്മ രൂപത്തിൽ ഇരുന്നിട്ട് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അഹം എന്ന് പറയണ ആ അഹമല്ല ഇവിടെ. അത് മനസ്സിലാക്കണമെന്ന്. ഇവിടെ നമ്മൾ പറയണ വിഷ്ണുവിനെ കുറിച്ചാണ്, ഭഗവാനെ കുറിച്ചാണ്. ഭൗതിക ആഗ്രഹമായാലും ആധ്യാത്മികമായ ആഗ്രഹങ്ങളായാലും ധർമാനുസൃതമായി തിരഞ്ഞെടുക്കണം. അത് പ്രാർത്ഥനയിലൂടെ ഭഗവാൻ സാധിപ്പിക്കും. മഹാവിഷ്ണു നിങ്ങളുടെ ഇഷ്ടദൈവം ആരായാലും കുഴപ്പമില്ല. ഞാൻ ഗണപതി ഭജിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആഞ്ജനേയനെ എന്നും കാലത്തെ 3 മണിക്ക് നീട്ട് കുളത്തിൽ പോയി കുളിച്ച്
വ്രതത്തോടു കൂടി കുളിച്ചു വരാറുണ്ട്. ആഞ്ജനേയസ്വാമി ഓ മതി, കുഴപ്പമില്ല, ഇവരെല്ലാം ഒരു ഫാമിലിയാണ്. ഓൾ ഓഫ് ദം സ്റ്റാൻഡ് ആസ് വൺ ഫാമിലി. ഒരു കുഴപ്പമില്ല, ആരെ വേണേൽ വിചാരിക്കാം, ഏത് ദൈവങ്ങളെ നിങ്ങൾ വേണേൽ വിചാരിച്ചോളൂ. പ്രാർത്ഥനയിലൂടെ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെ അത് സഫലീകരിച്ച് തരുമെന്നുള്ള കാര്യമാണ് ഭഗവാൻ പട കാമകൃത് എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി പറയുന്നത്. പ്രയർ ഫോർ ദ നീഡ് ആൻഡ് നോട്ട് പ്രയർ ഫോർ ദ ഗ്രീഡ്. പ്രേ ഫോർ ദ ഗ്രീഡ് ആണെങ്കിൽ കിട്ടില്ല. ഒരു ലിസ്റ്റ് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പച്ചക്കറിക്കടയിലും മറ്റേ പ്രൊവിഷൻ സ്റ്റോറിലും ചെന്ന് വായിച്ച് ടക്ക് 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 എന്ന് വായിച്ച് പോണ പോലെ വായിച്ചാൽ ഭഗവാൻ തരില്ല. തിരഞ്ഞെടുത്ത് ധാർമ്മികമായിട്ടുള്ള ധർമ്മങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ധർമ്മങ്ങൾ, ധാർമ്മികമായിട്ടുള്ള ധർമ്മങ്ങൾ ടു സാറ്റിസ്ഫൈ യുവർ നീഡ്, നോട്ട് ഗ്രീഡ്. തീർച്ചയായിട്ടും ഭഗവാൻ കാമകൃത്. ലളിതാ സഹസ്രനാമത്തിലുണ്ട് ഇതേ നാമം തന്നെ. കാമദായിനി എന്നൊരു നാമുണ്ട് അവിടെ, കാമധുക്ക് എന്നൊരു നാമുണ്ട് അവിടെ. സുരാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി. കാമദായിനി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കാമത്തെ ദാനം ചെയ്യുന്നവൾ, കാമത്തെ കൊടുക്കുന്നവൾ, കാമത്തെ അനുഗ്രഹിക്കുന്നവൾ, ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്നവൾ, ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നവൾ. ഉണ്ടോ? ശക്തയ രീതിയിലും അത് തന്നെയാണ്. ഇതിപ്പോൾ ശിവ സഹസ്രനാമം എടുത്ത് നോക്കിയാൽ അതിലും കാണാം ഇത്. ആരുടെ സഹസ്രനാമം എടുത്ത് നോക്കിയാലും അതിലൊക്കെ ഇത് കാണാം. ഇവിടെ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ. അത് വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ഗുരുവായൂരപ്പനെ കുറിച്ച് പറഞ്ഞു. അഭിമാനിക്കല്ലേ വേണ്ടത്. കബർദിനി കലാമാല കാമധുക് കാമരൂപിണി. കാമധുക് ചില ആഗ്രഹങ്ങളൊക്കെ പാല് പോലെ അങ്ങനെ കറന്നു തരുന്നു പശുവിൻ്റെ അടുത്തുനിന്ന് അർത്ഥം. ഫ്രഷ് പാല് ആണ് കാമധുക്, കാമധേനു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതാണ് ഭഗവാനെ കാമകൃത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് 295-ാമത്തെ നാമം. അടുത്ത നാമത്തിലേക്ക്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷനൊന്നുമില്ല, തെറ്റിദ്ധരിക്കേണ്ട. ആദ്യം പറയുന്നു കാമഹ, പിന്നെ പറഞ്ഞു കാമകൃത്. ഇതെന്താ അങ്ങനെ ഇങ്ങനെയും പറയണത്? അങ്ങനെ പറയുന്നത് അങ്ങനെയുള്ളവർക്ക്, ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയുള്ളവർക്ക്. അത്രയേ ഉള്ളൂ. ദുരാഗ്രഹങ്ങളെ കാമകൃത്, സത്കർമ്മങ്ങളെ ആഗ്രഹങ്ങളെ കാമകൃത് വിചാരിച്ചാൽ മതി. നല്ല കാര്യങ്ങളാണെങ്കിൽ കാമകൃത്തും, ദുഷ്കാര്യങ്ങളാണെങ്കിൽ കാമ ഹാ കാമ ഹാ കാമ ഹാ ഹാ അങ്ങനെ വായ തുറന്നിരിക്കുകയാണ്. എല്ലാം അങ്ങോട്ട് ഉള്ളിലേക്ക് പോയിക്കോളും. ദുഷ്കാമങ്ങളാണെങ്കിൽ, ദുഷ്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിലോ സൽക്കർമ്മങ്ങൾക്കാണെങ്കിലോ എന്താ ഭഗവാൻ ചെയ്യുക? കാമകൃത്. ആ കാമത്തിനെ പൂർത്തീകരിച്ച് തരും. മനസ്സിലായില്ലേ? അപ്പം ഇനി 296 കിടക്കുക. കാന്ത. കാന്ത എന്താ മീൻസ്? ദിവ്യ മംഗള സ്വരൂപനായതിനാൽ അതിസുന്ദരനായവൻ. ഇതും ഗുരുവായൂരപ്പനെ കുറിച്ചാണ് പറയണേ, പരബ്രഹ്മത്തിനെ കുറിച്ചല്ല. പരബ്രഹ്മത്തിന് ഭംഗിയില്ല, അഭംഗിയില്ല, രൂപവുമില്ല, വിരൂപവുമില്ല, കാമദേവനുമല്ല, കാപ്പിരിയല്ല. അങ്ങനൊരു സ്വഭാവക്കാരനാണ് ബ്രഹ്മം, പരബ്രഹ്മം. അപ്പം അദ്ദേഹത്തിനെ കുറിച്ചൊന്നുമല്ല ഇപ്പോൾ പടയിൽ പറയണത്. ഇതൊക്കെ വിഷ്ണു സഹസ്രനാമാണ്, അല്ലാണ്ട് ബ്രഹ്മസഹസ്രനാമല്ല. അത് വിഷ്ണുവിൻ്റെ ഗുണങ്ങളാണ് പറയണത്. വിഷ്ണുവിനെയാണ് പറയണത് കാന്ത എന്ന്. അപ്പം പരബ്രഹ്മം കാന്തനല്ല, കാന്തനാണ്. കാന്ത ഇല്ലായ്മയുണ്ട് അദ്ദേഹത്തിന്, കാന്തമുണ്ട്, രണ്ടുമുണ്ട്. എല്ലാ ഗുണങ്ങളും ഉണ്ട്, ഒരു ഗുണങ്ങളും ഇല്ല. കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് വിവരിക്കാനേ ഭഗവാനെ പറ്റുള്ളൂ നമുക്ക്, അല്ലാണ്ട് പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഗുരുവായൂരപ്പനെ അങ്ങനെയല്ല. ഗുരുവായൂരപ്പനെ നമുക്ക് പേര് പറഞ്ഞ് വിളിക്കാം, ഓരോരോ പേര് പറഞ്ഞ്, ഓമന പേരുകൾ പറഞ്ഞ് അവിടെ തറച്ചിടാം, ഭഗവാനെ തളച്ചിടാം. ബ്രഹ്മത്തിന് അങ്ങനെ പറ്റില്ല. അമോ വിശ്വസ്രജയെ പൂർവം വിശ്വം തദനു ബിഭ്രതേ അധവിശ്വസ്യ സംഹർത്രേ തുഭ്യം ത്രയതസ്ഥിതാത്മന അമിതോ മിതലോകസ്ത്വം അനർത്ഥി പ്രാർത്ഥനാവഹി അജിതോ ജിഷ്ണുരത്യന്തം അവ്യക്തോ വ്യക്തകാരണം.
സർവജ്ഞസ്ത്വം അവിജ്ഞാതും സർവയോനിസ്ത്വം ആത്മഭൂ, ഇങ്ങനെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് പറയാനേ ബ്രഹ്മത്തിനെ പറ്റുള്ളൂ. കാരണം അതിനൊരു ക്വാളിറ്റി ഇല്ല. ഓൾ പെർവേസീവ്, ഓൾ ഇൻ്റലിജൻറ്റ്, ഓംനിഷ്യൻറ്റ്, ഓംനിപൊട്ടൻറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്വരൂപമാണ്. അതാണ് നമ്മുടെ സനാതന ധർമ്മത്തിലെ ബ്രഹ്മസങ്കല്പം. അതെന്തോ ആവട്ടെ, അത് വേറെ സബ്ജക്റ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറയണതൊക്കെ ഗുരുവായൂരപ്പനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. ആ പറയുന്നതിലൊക്കെ ചിലപ്പോൾ പരബ്രഹ്മത്തിൻ്റെ സ്വരൂപവും പരബ്രഹ്മത്തിൻ്റെ ലക്ഷണങ്ങളും കാണാം. തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ടുണ്ടാവില്ല. ആസ് ഹിസ് ഫാദർ സോ ഹിസ് സൺ, അല്ലേ? അവിടുന്ന് വന്നു തന്നെയല്ലേ ഇതൊക്കെ? ആ ചൈതന്യം തന്നെയല്ലേ ഇതൊക്കെ? അപ്പോൾ കാന്ത എന്ന് പറയുന്നത് നമ്മൾ ഗുരുവായൂരപ്പനെയാണ് പറയുന്നത്. അപ്പോൾ ദിവ്യമായ മംഗളസ്വരൂപനാകയാൽ അതിന് അതിസുന്ദരനാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. കാണും തോറും കാണണമെന്ന ഒരു ഉൾപ്രേരണ ഉണർത്തുന്നതാണ് കാന്തി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഉൾപ്രേരണ, ഒന്നും കൂടി തൊഴാം ഇല്ലേ? ഒരു പ്രദക്ഷിണം കൂടി വെച്ചിട്ട് വരാം കേട്ടോ. പ്രദക്ഷിണം വയ്ക്കാൻ തിരക്കാണെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടെ, ഒന്നങ്ങോട്ട് കണ്ടോട്ടെ. ഞാൻ ദിവസപ്പം തന്നെ അവിടെ നിന്നിട്ട് ഒന്ന് നോക്കിയിട്ട് പോരാട്ടോ. അപ്പം എത്ര കണ്ടാലും മതിയാവില്ല. കാന്തം കാന്തനിരാധനതോപി, കാന്തിയേക്കാൾ കാന്തിയുള്ളവൻ, മോർ എഫൾജൻറ്റ് ദാൻ ദ മോസ്റ്റ് എഫൾജൻറ്റ്. അന്ന് ആലോചിച്ച് നോക്കൂ, അതെവിടെ എത്തി? മോർ എഫൾജൻറ്റ് ദാൻ ദ മോസ്റ്റ് എഫൾജൻറ്റ്, അല്ലേ? അപ്പോൾ കാന്തം കാന്തനിധാനതോപി, അങ്ങനെയുള്ള ഒരാളെ ഭട്ടതിരിപ്പാട് പറയണ ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഈ ദിവ്യസ്വരൂപം ലോകത്തിൽ ആർക്കാണ് കൗതുകത്തെ വളർത്താതിരിക്കുക? ആരെങ്കിലും ഒരു കാർക്കോടകം ഉണ്ടാവുമോ ഇത് കാണാൻ ഇഷ്ടമില്ല എന്ന് പറയണവൻ? ഒന്നുമില്ലെങ്കിൽ പുറത്ത് വന്നാൽ തിരികിലും ഒന്ന് കത്തിക്കണ കത്തണ്ട് കണ്ടിട്ടോ ഇതാണ് ഗുരുവായൂരപ്പനല്ലേ എന്ന് ചോദിച്ചു പോവില്ലേ? അതെങ്കിലും ഇല്ലേ? ഉള്ളിൽ കിടക്കണ്ട. അപ്പം ആ ദിവ്യ വിഗ്രഹം കാണാതെ ഒരു കാർക്കോടകനും ജീവിക്കാൻ പറ്റില്ല. അത് നേരിട്ട് കാണും, ചിലപ്പോൾ മനസ്സിലുണ്ടാവും. എന്തുതന്നെയായാലും ശരി, ഏത് ഭാവം കൊണ്ടായാലും അദ്ദേഹത്തിനെ ഓർക്കാതെ നമുക്ക് പറ്റില്ല. ശത്രുഭാവം കൊണ്ടായിക്കോട്ടെ, എന്നാലും അത്. അപ്പം അത്രയ്ക്ക് അട്രാക്റ്റീവ്, കാന്തം മീൻസ് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ശക്തിയാണ് ഗുരുവായൂരപ്പൻ്റെ. അപ്പോൾ ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ദിവ്യസ്വരൂപം കാന്തം കാന്തധാനോഭിമുദരം മാധുര്യധുര്യാദപി സൗന്ദര്യത്തരതോപി സുന്ദരതരം തദ്രൂപം ആശ്ചര്യവത്താശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ആർക്കാണ് ഈ ദിവ്യരൂപം ലോകത്തിൽ കണ്ടാൽ കൗതുകത്തെ വളർത്താതിരിക്കുക ഭഗവാനെ? നാരദ ആദി മഹർഷികൾ, ത്രിമൂർത്തികൾ, ഗോപികമാർ, ഗോപന്മാർ എന്ന് വേണ്ട 14 ലോകത്തിലെ എല്ലാ നിവാസികളും ഒന്നടക്കം കാണാൻ കൊതിക്കുന്ന ആ കാന്തി വിഗ്രഹമാണ് മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം. പ്രത്യേകിച്ച് കൃഷ്ണൻ. മറ്റുള്ള അവതാരങ്ങളൊന്നും ഇങ്ങനെ ഇല്ലെങ്കിലും കൃഷ്ണാവതാരം അയ്യോ പറഞ്ഞാൽ മതിയാവില്ല. പ്രത്യേകിച്ച് ബാലലീലകൾ ഭഗവാന്റെ ആകർഷിക്കുന്നവൻ, മാഗ്നറ്റാണ്. ആ ഉണ്ണിക്കണ്ണൻ്റെ സ്വഭാവം ഒന്നൊന്ന് മനസ്സിലൊന്നും ഓർക്കൂ. വാരി കോരി ഉമ്മ വയ്ക്കാൻ തോന്നില്ലേ? പീലികൾ തിരുകിനവാർ കുഴൽ കെട്ടും പൊന്നേലസുകിലുങ്ങീടും അരയിൽ മഞ്ഞപ്പട്ടും ചെന്തളിർ കയ്യിൽ ഒരു കൊച്ചോടക്കുഴലും ഹാ അന്ത കൈ തൊഴാം അമ്പാടി മണിക്കുഞ്ഞേ. എന്തൊരു കൗതുകമായിട്ടുള്ള രൂപ. ചില തിരുവേനിമാരെ അലങ്കരിച്ച് നിർത്തിക്കണ കാണണം ഭഗവാനെ. അയ്യ, കണ്ണെടുക്കാൻ തോന്നില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നുമോ? എൻ്റെ അല്ല, നിങ്ങളുടെ അനുഭവമൊക്കെ എന്നേക്കാൾ വളരെ കൂടുതലാവും നിങ്ങളുടെയൊക്കെ അനുഭവം.
അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. മധുരാധിപതയെ അഖിലം മധുരം, എല്ലാം മധുരാണ്. എന്നാൽ ജ്ഞാനികൾ എന്താ ഇതൊക്കെ പറയാ? ഏയ് ഇതൊക്കെ വെറും മായല്ലേ. ഗുരുവായൂരപ്പനുമില്ല, കൃഷ്ണനുമില്ല, കണ്ണനുമില്ല, പൊട്ടുമില്ല, ചന്ദനവുമില്ല, ഓടക്കോട്ടിലുമില്ല, ഒക്കെ മായ, ഒക്കെ മനസ്സിൻ്റെ കളിയാണ്. ആകപ്പാടുള്ളത് എന്താ? പരബ്രഹ്മം മാത്രം. അങ്ങനെ പറയുന്ന ചില വ്യക്തികളുണ്ട്, ഇല്ല എന്നില്ല. ജ്ഞാനികൾ ശരിയാണ്, ഉണ്ട്. പക്ഷേ നമ്മുടെ അസുഖം അവർക്ക് മനസ്സിലാവില്ല. ശരിക്കും അവർക്കാണ് അസുഖം. ഓട്ടൂര് പറയും, കണ്ണൻ്റെ പാട്ടും കളിയും വപുസ്സും എല്ലാം വെറും മായികയായി മാത്രം എണ്ണുന്നസൽ പണ്ഡിത നേത്രമേ നിൻ വ്യാധിക്കു സിദ്ധൌഷധമില്ല പാരിൽ. എടോ, തൻ്റെ രോഗം മാറില്ലടോ. തൻ്റെ രോഗത്തിന് സിദ്ധൌഷധമില്ല. എന്താ തൻ്റെ രോഗം? ഇത്രയും നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ട്, കണ്ണൻ്റെ പാട്ടും കളിയും വപുസ്സും ഇത്രയൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടും വായിച്ചിട്ടും കേട്ടറിഞ്ഞിട്ടും കഥകൾ കേട്ടിട്ടും അതൊക്കെ വെറും മായികയായി മാത്രം എണ്ണുന്ന സൽ പണ്ഡിത നേത്രമേ നിൻ വ്യാധിക്കു സിദ്ധ ഔഷധമില്ല പാരിൽ. മരുന്നില്ല കേട്ടോ, മരുന്നില്ലാത്ത അസുഖം എനിക്ക്. ഉപനിഷത്തുകളിലും ഇതന്നെയാ പറയുന്നത് ഭഗവാനെ കുറിച്ചിട്ട്. പരബ്രഹ്മത്തെക്കുറിച്ച് എന്താ പറയുന്നത്? സത്യം ശിവം സുന്ദരം. സുന്ദരമായിട്ടുള്ള രൂപമാണത്. കാരണം മാനസികമായി സൗന്ദര്യത്തിൻ്റെ അങ്ങേയറ്റം അനുഭവിക്കുന്നവരാണ് മഹർഷിമാർ. അപ്പോൾ സത്യം ശിവം സുന്ദരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞൊക്കെ അതിൽ പെട്ടു. ആത്മാവിൻ്റെ സ്വഭാവം അതാണ്. നമ്മളുടെ എല്ലാവരുടെയും ആത്മാവിൻ്റെ സ്വഭാവം ഇതാണ്, സത്യം ശിവം സുന്ദരം. പക്ഷേ അത് അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ടിട്ടിട്ട്, എന്തൊക്കെയോ പലചരക്ക് സാധനങ്ങൾ കൊണ്ടിട്ടിട്ട്, എന്തൊക്കെയോ വേണ്ടാത്ത ചില ഫീസായ ബൾബും ട്യൂബ് ലൈറ്റും വയറിൻ്റെ കഷ്ണങ്ങളും ഇതൊക്കെ കൊണ്ടിട്ടിട്ട് അതിനെ മൂടിയിട്ടിരിക്കുക സത്യം ശിവം സുന്ദരം എന്നുള്ളതിനെ. അത് തുറന്നു നോക്കുമോ? ഒന്ന് ഉള്ളിലേക്ക് ചെല്ലുമോ? അപ്പം അറിയാം. അതുകൊണ്ട് വിഷ്ണു ഭഗവാൻ കാന്ത, സുന്ദരൻ എന്നർത്ഥം. സഹസ്രനാമം ലളിതാസനാമം എടുത്തോളൂ, അതും തന്നെയുണ്ട്. കാന്തി എന്നുള്ളൊരു പ്രയോഗം ഉണ്ട് അവിടെ. കാന്തി, ആ കാന്തി തന്നെയാണ് അവിടെ കാന്ത എന്ന് പറയുന്നത്. ശാന്തി സ്വസ്തിമതി കാന്തി നന്ദിനി വിഘ്നനാശിനി. കാന്തി സ്വസ്തിമതി കാന്തി. അപ്പോൾ കാന്ത 296 കാന്ത എന്നുള്ള നാമം കഴിഞ്ഞു. അട്രാക്റ്റീവ്, സോ ബ്യൂട്ടിഫുൾ. എന്താ ഇതിന് പറയാ വാക്ക്? മനോഹരം എന്നുള്ളതിനൊക്കെ എന്താ ഇംഗ്ലീഷ് വാക്ക് പറയാ? ആകർഷണീയൻ. കൃഷ്ണൻ എന്നുള്ള പേരിന് തന്നെ അർത്ഥം അതല്ല, ആകർഷിക്കപ്പെടുന്നവനല്ല അവൻ കൃഷ്ണൻ. ആരെ കണ്ടാലും ആർക്കും ആകർഷണ ശക്തിയല്ലേ ഭഗവാൻ. ആരെ അട്രാക്റ്റ് ചെയ്തു പോവില്ലേ? അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമായാലും ശരി, വാക്കായാലും ശരി, സംസാര രീതിയായാലും ശരി, ഗുണങ്ങളായാലും ശരി, എല്ലാം ആകർഷിക്കണത്തക്ക രീതിയിലുള്ള. എന്നാലോ ധർമ്മവും സത്യവും കൈവിട്ടിട്ടുമില്ല. അതാണ് മനസ്സിലായി. അടുത്ത 297 കാമഹ. ഒക്കെ ഈ ഈ രണ്ട് വാക്ക് വെച്ച് കളിക്കുന്നതാണ് ഈ നാമങ്ങളൊക്കെ കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും പറയേണ്ടി വരും. അതൊക്കെ ഒന്ന് മനസ്സിലൊന്ന് കമ്പൈൻ ചെയ്തിട്ട് ഒന്നിച്ച് സൂക്ഷിക്കുക, ഒരറയിൽ സൂക്ഷിക്കാതല്ല. കാമഹ. കാമഹ മീൻസ് കാമിക്കപ്പെടുന്നവൻ. സ്വാഭാവികമായിട്ട് കാമിക്കപ്പെടുന്നവനാവില്ലേ? കാമകൃത്താണ്, കാന്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാമ ഇഷ്ടപ്പെടുന്നവനല്ലേ? നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ തരുമ്പോൾ നമ്മൾ ആ ആളെ ഇഷ്ടപ്പെടില്ലേ? അങ്ങനെയുള്ള ആളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുള്ളൂ അല്ലേ? പ്രയോജനം അവിദൃശ്യം മന്ദോപിത വിചായത. ഈവനെ ഫൂൾ, ഒരു മൂഢൻ പോലും ഇങ്ങോട്ടൊന്നും കിട്ടാണ്ട് അങ്ങോട്ടൊന്നും ചെയ്യില്ല. അപ്പം ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് ചെയ്യാണ്ടിരിക്കൂല.
ഭഗവാന്റെ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കാമകൃത്, കാന്തി, ഇതെല്ലാം ഭഗവാനിൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടില്ലേ? ഇല്ലേ? ചക്കമ്മൽ ഈച്ച വന്നിരിക്കണ പോലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കില്ലേ? ഇങ്ങോട്ട് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലും. സ്വഭാവമല്ലേ അത്? യാവത് വിത്തോപാർജനസക്ത സ്ഥാവൻ നിജ പരിവാരോ രക്ത. വിത്തം ഉപാർജിത സക്ത, ധനം സമ്പാദിക്കാനുള്ള കഴിവ് ആർക്കുണ്ടോ, അതുകൊണ്ട് എനിക്ക് ഉപകാരമുണ്ടോ, അപ്പൊക്കെ അതുവരെ അവൻ്റെ പിന്നാലെ ഞാൻ നടക്കും. യാവത് വിത്തോ ഉപാർജിത സക്ത, വിത്തം ഉപാർജിക്കാനുള്ള കഴിവ് ഉള്ളിടത്തോളം കാലം, താവത് അതുവരെ, എത്രത്തോളം കാലമാണോ, യാവത് എത്രത്തോളം കാലമാണോ വിത്തം ഉണ്ടാക്കാനുള്ള ശക്തി എൻ്റെ കയ്യിൽ നിന്നുള്ളത്, താവത് പൃച്ഛതി കുശലം ഗേഹേ, പിന്നാലെ ആൾക്കാർ വന്നിട്ട് ചോദിക്കാണ്ടാവും. സ്നേഹാന്വേഷണങ്ങൾ, എണ്ണയിച്ചോ, കുളിച്ചോ, കുഴമ്പൊക്കെ പറ്റിയില്ലേ, കഷായ കഴിക്കണില്ലേ, 2 നേരവും ഭക്ഷണമൊക്കെ പാകത്തിനല്ലേ നോക്കണത്, എന്താ ആൾക്കാരുടെ ഒരു ഗമ പിന്നാലെ വന്നിട്ട്. സൈക്കോഫാൻസ്. യാവത് വിത്തോപാർജന സക്തസ്താവൻ നിജപരിവാരോ രക്ത. ഗതേതവായോ ദേഹാപായി. അത് പോയി കഴിഞ്ഞാൽ ആ ശക്തി പോയാലോ, പശ്ചാത് ജീവതി ജർജരദേഹേ, ശരീരത്തിൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞു, പുറത്തേക്കൊന്നും ഇറങ്ങണില്ല. അപ്പോൾ കൊറോണ ആയിട്ടല്ല, സ്വതവേ വയ്യ, കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണില്ല, വരവൊക്കെ നിന്നു, എല്ലാ സോഴ്സിൽ നിന്നുള്ള വരവുകളും നിന്നു. ആരെയൊക്കെ ഞാൻ മുമ്പ് തട്ടിപ്പറിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, ആ കഴിവൊക്കെ പോയി. ആരെയും തട്ടിപ്പറിച്ചിങ്ങോട്ട് കിട്ടണില്ല, തട്ടിപ്പറിക്കാൻ വയ്യ. യാവത് വിത്ത ഉപാർജന സക്ത, അത് മാറി, ആ ശക്തി ഇല്ല അപ്പോൾ. പശ്ചാത് അത് കഴിഞ്ഞിട്ട് ജീവതി ജർജരദേഹേ, ദേഹം ജർജരമായാൽ പിന്നെന്താ സംഭവിക്കുക? ആദ്യം പറഞ്ഞ എന്താ? യാവത് പിത്തോപാർജന സക്സസ്താവൻ നിജപരിവാരോ രക്ത. നിജപരിവാരോ രക്ത, അങ്ങയുടെ പരിവാരങ്ങളായിട്ട് പല ആൾക്കാരുണ്ടാവും. ഇപ്പോഴോ പശ്ചാത് ജീവതി ജർജരദേഹേ, എന്താ സംഭവിക്കുക? വാർത്താങ്കോപി ന പൃച്ഛതി ഗേഹേ, വീട്ടിലുള്ളവർ പോലും തിരിഞ്ഞു നോക്കില്ലടോ. കേൾക്കണ്ടോ? അതാ നാരായണൻകുട്ടിയെ, വീട്ടിലുള്ളവർ പോലും തന്നെ തിരിഞ്ഞു നോക്കില്ല. തനിക്ക് സമ്പാദിക്കാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ, സമ്പാദ്യം മീൻസ് പൈസ മാത്രമല്ല, തനിക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുന്നില്ല, തനിക്ക് 2 വാക്ക് നന്നായിട്ട് ചോദിക്കാൻ പറ്റുന്നില്ല, തൻ്റെ എല്ലാ കഴിവുകളും അസ്തമിച്ചു. അങ്ങനെ ഒരു അവസ്ഥയിൽ വാർത്താങ്കോപി ന പൃച്ഛതി ഗേഹേ, ഈ ആർ എ ബ്രോക്കൺ ഫർണിച്ചർ, അവിടെ കൊണ്ട് ഒരു മൂലയിൽ പ്രതിഷ്ഠ. മുത്തശ്ശനെ ഇവിടെ ഇരുന്നാൽ മതി കേട്ടോ, എല്ലാം അങ്ങോട്ട് കൊണ്ടുവരാം, ഒന്നും ബുദ്ധിമുട്ടണ്ട. എന്നിട്ടൊരു മൺചട്ടിയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുക്കുക. അവിടെ 2 നേരം 3 നേരം 4 നേരം എത്ര വേണ്ടാച്ചാൽ കൊണ്ടുകൊടുക്കും. അതന്നെ കഴിഞ്ഞു. പശ്ചാത് ജീവതി ജർജരദേഹേ വാർത്താങ്കോപി ന പൃച്ഛതി ഗേഹേ. പറഞ്ഞു വന്ന എന്തിനാ വെച്ചാൽ, ഇങ്ങോട്ട് വല്ലതും കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നമ്മൾ ചെല്ലും. ഭഗവാന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എന്ത് കിട്ടുന്നുണ്ട്? കാമകൃത്, കാന്തി, ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാമഹ, നമ്മൾ ഭഗവാനെ കാമിക്കപ്പെടും. അതുകൊണ്ട് ഭഗവാൻ നമ്മൾ കാമിക്കപ്പെടുന്നവനാകുന്നു. ഭഗവാൻ കാമഹ, ആഗ്രഹം പൂർത്തീകരിക്കുന്ന ആളാണ്, ആകർഷിക്കപ്പെടുന്ന ആളാണ്, കാന്തി നൽകുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ ഭഗവാൻ കാമിക്കപ്പെടുന്നവനാണ്. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ധർമ്മ അർത്ഥ കാമമോക്ഷം ആഗ്രഹിക്കുന്ന ഭക്തന്മാർ ഭഗവാനിൽ അതുല്യമായ പ്രേമമുള്ളവരായിരിക്കും. കാമഹ. അല്ല, ഭഗവാനെ സേവിക്കാത്തവരാരാ?
അപ്പോൾ ഇതൊന്നും വേണ്ട. ഭഗവാനെ സേവിക്കാത്തവരാരാ? അന്ന് ഞാൻ പറഞ്ഞത് മറന്നോ? 4 ടിന്നാണ് ഭഗവാൻ അവിടെ ഗുരുവായൂരപ്പൻ ആ നടയ്ക്ക് മുമ്പിൽ വെച്ചിരിക്കണം. 4 ടിന്ന്. ഏതൊക്കെ കാറ്റഗറി ആൾക്കാരാ വരുന്നത് എന്നെ കാണാൻ? 4 കൂട്ടം സുഹൃതികൾ എന്നെ സേവിക്കും അർജുന. ആർത്തൻ ജിജ്ഞാസു കാര്യാർത്ഥി ജ്ഞാനിയം ഭരതർഷഭ ചതുർവിധം ഭജന്തേ മാം. ആർത്തൻ, ദീനം കൊണ്ട് ആർത്തനായിട്ട് വയ്യ, അവന് ശരീരത്തിന് വയ്യ, വീട്ടിൽ നടക്കാൻ വയ്യ, വാദം പിത്തം കഫം തൊക്കെ കോപിച്ചിട്ട് ശരീരത്തിന് ഒരു രക്ഷയില്ല. അങ്ങനത്തെ ഒരു വരുന്നുണ്ട് ആർത്തനായിട്ട്, ദീനാർത്ഥനായിട്ട്. ജിജ്ഞാസു, അയാളുടെ കാര്യമൊന്നും അറിയണല്ലോ. കാര്യാർത്ഥി, കാര്യം സാധിക്കാൻ. ജ്ഞാനി, ജ്ഞാനികൾ. ഇതിലൊക്കെ പെടില്ലേ എല്ലാവരും? എല്ലാവരും ഇതിൽ പെടില്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ എല്ലാവരും ഭഗവാന് കാമിക്കപ്പെടുന്നവനാണ്. അപ്പോൾ ഭഗവാൻ ദർഫോർ ഈസ് കാമഹ, കാമിക്കപ്പെടുന്നവൻ. ഹീ ഹൂ ഈസ് ഫോണ്ടിൽഡ് ബൈ ഓൾ, ഹീ ഹൂ ഈസ് ലൈക്ക്ഡ് ബൈ ഓൾ. അപ്പം അടുത്ത നാമം 298 കിടക്കാം നമുക്ക്. കാമപ്രദ. ഇത് നമ്മൾ കണ്ടതാണ്. കാമപ്രദ വെറുതെ എങ്ങനെയാണ് പരത്തി പറയുന്നത് മാത്രം. ഇതൊക്കെ നമ്മൾ കണ്ടതാ. ഒന്ന് പിന്നാക്കം റീപ്ലൈ ചെയ്ത് നമുക്കറിയാൻ പറ്റും. ഭക്തന്മാരുടെ കാമത്തെ പൂർത്തീകരിക്കുന്നവൻ. ഗുരുവായൂരപ്പൻ്റെ കാര്യമാണ് പറയാൻ കേട്ടോ. ഇതൊന്നും പരബ്രഹ്മ കൊടുക്കണ അനുഗ്രഹങ്ങളല്ല. പരബ്രഹ്മത്തിൻ്റെ ശക്തി ഭഗവാൻ വേണ്ട വിധത്തിൽ റേഷൻ കൊടുക്കണം ഓരോരുത്തർക്ക്. എനിക്ക് കുടുംബത്തിൽ എത്ര ആളുണ്ട്? 8 ആൾ. 2 കിലോ അരി കൊണ്ടൊക്കോ. എൻ്റെ കുടുംബത്തിൽ എത്ര ആളുണ്ട്? ഒരാളേ ഉള്ളൂ. 1/2 കിലോ മതി, കൊണ്ടൊക്കോ. ഇങ്ങനെ റേഷൻ ചെയ്ത് വേണ്ടവർക്ക് വേണ്ട വിധത്തിൽ അവരവരുടെ പ്രാരാബ്ധ കർമ്മം അനുസരിച്ച് വീതിച്ച് അവരവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു ഭഗവാൻ. ഭക്തന്മാരുടെ കാമം എന്താ പറയുക, അധർമ്മമല്ലാത്ത കാമങ്ങൾ പൂർത്തീകരിക്കുന്നതു. ഗുരുവായൂരപ്പന് വേറൊരു പ്രത്യേകത ഉള്ള എന്താ വെച്ചാൽ, ഭക്തരിൽ ആത്മസമർപ്പണം നടത്തുന്ന കൃപാലുവാണ് ഗുരുവായൂരപ്പൻ. ഭഗവാൻ ഭക്തനിൽ സമർപ്പിക്കുകയാണ്. ഭഗവാൻ എൻ്റെ ഭക്തൻ ഞാൻ തന്നെയാണ് എന്ന് വിളിച്ചു പറഞ്ഞവരാരുമില്ല, വേറെ ദൈവങ്ങളാരുമില്ല. എനിക്കൊരുപാട് ഭക്തന്മാരുണ്ട്, അവരൊക്കെ എൻ്റെ പിന്നാലെ നടക്കുന്നവരാണ് എന്ന് പറയുന്ന ആൾക്കാർ ധാരാളമുണ്ട്. പക്ഷേ എൻ്റെ ഭക്തൻ ഞാനാണ്. എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ ഭക്തനെ സ്വീകരിക്കണം. അവനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്തെന്നില്ലാത്തൊരു അഭിനിവേശമാണ് ഭഗവാൻ. ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭക്തന് വല്ലതും പറ്റിയാൽ ഭഗവാന് വല്ലതും പറ്റി. ഭക്തൻ്റെ കൈ മുറിഞ്ഞാൽ ഭഗവാന്റെ കൈ മുറി. മനസ്സിലായില്ല? ആ താതാത്മ്യം, ദാറ്റ് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ഭക്തൻ, അത് ഗുരുവായൂരപ്പനേ ഉള്ളൂ. അത് നമ്മുടെ കൃഷ്ണന് മാത്രമേ ഉള്ളൂ. മറ്റവരുടെ കൈ മുറിഞ്ഞോ സാരില്ല, നാരങ്ങ വെച്ച് കെട്ടിയാൽ മതി കേട്ടോ. ഇതല്ല. നമ്മുടെ കൈ മുറിഞ്ഞാൽ ഭഗവാൻ അപ്പം കയ്യും പിടിക്കുങ്ങനെ, അയ്യോ കൈ മുറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. സി, ദാറ്റ് ഈസ് കോൾഡ് താതാത്മ്യം. മനസ്സിലായില്ലേ? ചില അമ്മമാരൊക്കെ ഉണ്ട്, പെട്ടെന്ന് രാത്രി കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ മോൻ എന്താ പറ്റിയായിരിക്കും. എന്തെങ്കിലും മോനോ ക്ഷമ കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വയറിളക്കം പിടിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ഒന്നുണ്ടാവും, ഒരു കണക്ഷൻ ഉണ്ട് അമ്മയും മോനുമായിട്ടില്ലേ. പലപ്പോഴും നമ്മൾ തറവാടുകളിലും വീടുകളിലൊക്കെ നമ്മൾ കാണാൻ, വീടല്ല എല്ലാ വയ്ക്കിലും അമ്മമാരാണെങ്കിൽ മക്കളോട് അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഒരു ലിങ്ക്. അതുപോലെ ഭഗവാന് ഭക്തന്മാരോട്, ഭക്തന് എന്തെങ്കിലും പറ്റിയ പിന്നെ ഭഗവാൻ സഹിക്കില്ല. കാര്യം അങ്ങൊരു ശക്തിവാനൊക്കെയാണ്. മഹാശക്തി, മഹാദ്യുതി, അതൊക്കെ പല മഹാ എന്നുള്ള യോഗങ്ങളൊക്കെ നമ്മൾ എന്താണ് ഈ വിഷ്ണു സഹസ്രനാമത്തിൽ നമുക്ക് കാണാം. മഹാവീര്യ, മഹാശക്തൻ, മഹാവീര്യ, മഹാദ്യുതി, ഇതൊക്കെ ശരിയാ. പക്ഷേ ഭക്തൻ എന്ന് വളരെ ശരിക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ കണ്ണും മൂക്കില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഭക്തനാവണം കേട്ടോ. ഭഗതൻ ആയിട്ട് കാര്യമില്ല, ഭക്തൻ ആവണം.
ഷുഡ് ബി ക്വാളിഫൈഡ് ആസ് ഭക്ത. ഭക്തൻ്റെ ഡെഫിനേഷനിൽ നമ്മൾ ഉൾക്കൊള്ളണം. പന്ത്രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഭക്തൻ ആരാന്നുള്ളത്. അങ്ങനത്തെ ഭക്തന് വല്ലതും പറ്റിയാലാണ് ഭഗവാന് മുറി പറ്റുള്ളൂ. അല്ലാണ്ട് സാധാരണ ഭഗതന്മാർക്ക് എന്തെങ്കിലും പറ്റിയ ഭഗവാൻ അനുഭവിക്കേണ്ട, അവൻ്റെ കർമ്മം അനുഭവിക്കണം. ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് കർമ്മമില്ല, പ്രാരാബ്ദമില്ല, ഒന്നുമില്ല. പിന്നെ അവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ പ്രാരാബ്ദം. അതെങ്ങനെ? ഞാൻ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസുള്ള ഭക്തനായിരിക്കണം. അദ്വേഷ്ട സർവഭൂതാനം മൈത്രക്കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മൈ അർപ്പിത മനോബുദ്ധി യോ മൽ ഭക്ത സമേ പ്രിയ. ഇങ്ങനെയുള്ള ഭക്തന്മാരെയാണ് എനിക്കിഷ്ടം. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ എൻ്റെ പിന്നാലെ ഭഗവാൻ വരുന്നില്ലല്ലോ? ഞാൻ വിളിച്ചിട്ട് എന്താ വരാത്തതെന്ന് ചോദിക്കണം. നിങ്ങളതിന് ക്വാളിഫൈഡ് ആണോ നോക്കുമോ? ആ ചെക്ക് ലിസ്റ്റ് ഒന്ന് വെച്ച് നോക്കുമോ? ഞാൻ പറഞ്ഞിട്ടില്ലേ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ? ഒന്ന് വെച്ച് നോക്കൂ. എത്ര എണ്ണത്തിൽ നിങ്ങൾ ടിക്ക് ചെയ്യാൻ പറ്റും യെസ് എന്ന് പറഞ്ഞിട്ട് ആധികാരികമായിട്ട്? മിക്കതും നോ ആവും, ചിലത് നോട്ട് അപ്ലിക്കബിൾ ആവും, അല്ലേ? അപ്പം അതൊന്ന് ടിക്ക് ചെയ്യാൻ നോക്കുമോ? അറ്റ്ലീസ്റ്റ് 2 or 3 എണ്ണെങ്കിലും ടിക്ക് ചെയ്യാൻ നോക്കുമോ? അതിന് നെഗറ്റീവ് മാർക്കൊന്നുമില്ല, പോസിറ്റീവ് മാർക്ക് തന്നെയേ ഉള്ളൂ. അങ്ങനെയുള്ള ഭക്തന്, ആ ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു വീക്ക്നെസ്സാണ്. അത് നിങ്ങൾ പുരാണത്തിലെടുത്ത് നോക്കിക്കോളൂ, ചരിത്രമെടുത്ത് നോക്കിക്കോളൂ, കണ്ടംപററി ലൈഫിലെടുത്ത് നോക്കിക്കോളൂ. കുചേലൻ, ഗജേന്ദ്രൻ, പ്രഹ്ലാദൻ, പാഞ്ചാലി, കാർത്തിക് ഇറങ്ങി വന്ന പൂന്താനം, ഭട്ടരിപ്പാട്, വില്ലുമംഗലം, കുറൂരമ്മ, എത്ര മാനവേദ വിക്രമൻ, എത്ര ആൾക്കാരുടെ കഥ വേണം. ഇന്നും ഈ ശ്രോതാക്കളിൽ പലവർക്കും അനുഭവമുള്ള ഇല്ലേ? നെഞ്ഞത്ത് തൊട്ട് പറയൂ, നിങ്ങളെ ഭഗവാൻ കെയർ ചെയ്തിട്ടില്ല എന്ന്. നിങ്ങൾ മനസ്സ് നൊന്ത് ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിപ്പിച്ച് തന്നിട്ടില്ല എന്നൊന്ന് പറയൂ. പറ്റില്ല. നിങ്ങൾ ഭക്തനാണെങ്കിൽ, ഭക്തൻ്റെ ലക്ഷണം എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ, ഏതിലെങ്കിലും ഒരു കോളത്തിൽ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാ പരീക്ഷ ജയിക്കുന്നുള്ള കാര്യം. ജനനം മുതൽ സ്വർഗാരോഹണം വരെ ചെയ്ത് കൂട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബയോഗ്രഫി എഴുതി നോക്കിയാൽ എല്ലാം അദ്ദേഹം ഭക്തന്മാരെ നിലനിർത്താനും ഭക്തന്മാരെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ചെയ്ത കാര്യങ്ങളാണ്. ഉള്ളൂരിൻ്റെ ശ്ലോകം ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എനിക്കറിയാം നീരസം വരുമെന്ന്. കുഴപ്പമില്ല, നീരസം വന്നാലും എനിക്ക് ബുദ്ധിമുട്ടില്ല. ആ നീരസത്തിൽ നിന്നാണ് രസം ഉണ്ടാവുക. കുറേ കഴിഞ്ഞാൽ നീ എന്നുള്ളത് അങ്ങോട്ട് പോവും, പിന്നെ രസമാവും. ആ ശ്ലോകം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ 4-5 വരികൾ കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. ഇവരെന്താ അങ്ങനെ പറയണം? വിശ്വാസനാമ പറഞ്ഞു പോയാൽ പോലെ ഈ കാണാപ്പാഠം പഠിക്കാൻ തന്നെ പറയണം ഈ വയസ്സുകാലത്തെന്ന് ചോദിക്കും. കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വേണേൽ ചോദിച്ചോളൂ. കാണാപ്പാഠം പഠിക്കാൻ പറഞ്ഞത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കാൻ തന്നെ വേണം. പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, എനിക്കൊരു പ്രശ്നവുമില്ല. അതിങ്ങനെ മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ സമുദ്രം എന്താ പറയുക, പാലാഴി മഥനം പോലെ ഇങ്ങനെ കിടന്ന് നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഉരുളും, മിക്സിയിലടിക്കണ പോലെ. അപ്പോൾ ചില വെളിപാടുകളൊക്കെ നമുക്ക് പുറത്തു വരും. അതൊക്കെയാണ് ആ പുറത്തു വരുന്ന സാധനങ്ങളെ കൊണ്ടൊക്കെയാണ് നമുക്കിവിടെ അദ്വേഷ്ട സർവഭൂതാനി എന്നുള്ളിടത്ത് ടിക്കിടാൻ പറ്റുക, ഭക്തനായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക. മനസ്സിലായില്ലേ? കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ. അർത്ഥം പറയേണ്ട കാര്യമില്ല, എല്ലാം വളരെ ക്ലിയറാണ്. നല്ല മലയാളം സ്വാമിയുടെ. കണ്ണൻ കപടഗോപാലൻ കൈവല്യംബുഘനാഘനൻ ചെയ്ത കാര്യം സകലവും ജഗന്മോഹന മോഹനം. പാഞ്ചാലിക്കു ഞൊടിക്കുള്ളിൽ പട്ടുചേലകൾ തീർത്തതും സുധാമാവിൻ്റെ പത്നിക്ക് തുങ്കസൗധങ്ങൾ തീർത്തതും താനുണ്ട ചീരയിലയാൽ ദാന്തൻ ഉൾതൃപ്തി ചേർത്തതും വിതുരൻ്റെ ഗ്രഹത്തെങ്കിൽ വിരുന്നിനു ഗമിച്ചതും. ദാന്തൻ മീൻസ് ദുർവാസാവ്. ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞതും ചമ്മട്ടി പൂണ്ടു തങ്കത്തേർ ചങ്ങാതിക്കു തെളിച്ചതും.
അത്തേതടത്തിൽ നിന്നും കൊണ്ട് അതിമഞ്ജുളമംഭവൻ അഖിലോപനിഷത്സാരം അന്നരന്നരുൾ ചെയ്തതും. ഭഗവാന് യോജിച്ച കർമ്മങ്ങളായി പറഞ്ഞു നോക്കുക. പാഞ്ചാലിക്ക് ടെക്സ്റ്റൈൽ ഷോപ്പ് തുറന്നു കൊടുക്കുക, കുചേലൻ്റെ കാല് കഴിക്കുക, ഭാര്യ കൊണ്ട് കാല് കഴുകാൻ പറയാൻ ആ വെള്ളം എടുത്ത് കുടിക്കുക. ഇത് ഭഗവാന് പറ്റിയ കാര്യങ്ങളാണോ ഇതൊക്കെ? 5 കോഴ്സ് ഡിന്നർ ദുര്യോധനൻ്റെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വിതുരരുടെ വീട്ടിലേക്ക് കപ്പയും കഞ്ഞിയും കുടിക്കാൻ അങ്ങോട്ട് പോവുക. എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് അദ്ദേഹം? എന്തൊക്കെ പ്രവർത്തികൾ? കുതിരയെ കഴിയിക്കുക, മറ്റേ സാരഥിയായ പിന്നെ ഒക്കെ വേണ്ടേ? എന്തൊക്കെ പണി ചെയ്യണം? കുതിര കഴിയിക്കണം, കാറ് തുടയ്ക്കണം, രഥം തുടയ്ക്കണം, ക്ലീൻ ചെയ്യണം. ഓ, എന്തൊക്കെ ചെയ്തു അർജുനന് വേണ്ടിയിട്ട്, സഖാവിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു. അതാണ് സഖാവ് എന്ന് വെച്ചാൽ അർത്ഥം. സഖാവ് മോഡേൺ സഖാവല്ല. ഇന്നത്തെ സഖാക്കന്മാരങ്ങനെയാണ്. തമ്മിൽ എന്ത് വേണമെങ്കിൽ ചെയ്യും, എന്ത് വേണമെങ്കിൽ ചെയ്തു കൊടുക്കും. രാജസൂയത്തിന് ഭഗവാൻ സദ്യക്ക് ബ്രാഹ്മണന്മാരിരുന്ന് കഴിച്ച് സദ്യക്ക് ഇല എടുത്തു എന്നാണ് പറയണത്. ധർമ്മോത്തര രാജസൂയ യാഗം കഴിഞ്ഞിട്ട് സദ്യക്ക് എവിടെ ചെയ്യും? എന്തിനാ ഭഗവാൻ ഇതൊക്കെ ചെയ്യേണ്ട കാര്യം? എന്താ കാരണം? ഇതൊക്കെ ഭക്തന്മാർക്കുള്ള സേവനമാണ്. സർവീസ് ടു മൈ ഭക്താസ്. കാരണം അവരൊക്കെ ഈ കോളത്തിൽ ടിക്കറ്റ് വന്നവരാ. വിതുരര്, ഭീഷ്മര്, ഇവർക്കൊക്കെ അക്രൂര്, എത്രയോ പുരാണ കഥാപാത്രങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ. ചരിത്ര കഥാപാത്രങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ. സമകാലികരായിട്ടുള്ള ആൾക്കാർ, പല ആൾക്കാർ അവരവരുടെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാൻ പറയൂ. പങ്കുവെക്കില്ല ചിലവർ. സ്വന്തം അനുഭവം പങ്കുവെക്കരുതെന്ന് പറയും. എന്നാലും ചില വീക്ക് മൊമെൻറ്റിലൊക്കെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഉറങ്ങിക്കിടന്ന് കഴിഞ്ഞ് നീട്ട് കഴിഞ്ഞാൽ ചായ കുടിക്കണ നേരത്ത് ചിലങ്ങനെ കയ്യിൽ നിന്ന് പുറത്ത് വന്നു വരും. അതേ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം ഉണ്ടായി, ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങും. മിണ്ടണ്ട, പറയണ കേൾക്കട്ടുള്ളൂ. അപ്പോൾ അറിയാം ഓരോരുത്തർക്കും ഗുരുവായൂരുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്താണ്. മനസ്സിലായോ? അവിടെ ചെറിയൊരു 4 അടി പൊക്കത്തിലുള്ള വിഗ്രഹമല്ല വിട്ടിരിക്കണം. അതിൻ്റെ ഉള്ളിൽ എന്താ, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന വിചാരം ശക്തി, എന്തൊരു ആറ്റോമിക് എനർജി അതിൻ്റെ ഉള്ളിലിരിക്കണം. മനസ്സിലായില്ലേ? അത് എന്തിനുള്ളതാ? ഇതൊക്കെ എന്തിനുള്ളതാ? കാമപ്രദ, ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ തീർക്കാനുള്ള സ്റ്റോർ ഹൗസാണത്. അതാണ് കാമപ്രദ എന്ന് വെച്ചാൽ അർത്ഥം. ഓക്കെ, അപ്പോൾ 298 കഴിഞ്ഞു. നമുക്കിനി സമയമായി. നാളെ അടുത്ത നാമങ്ങൾ നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ രക്ഷിക്കണേ.